നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മ പുരസ്കാരങ്ങളോടുള്ള കാലങ്ങളായുള്ള വിമുഖത അവസാനിപ്പിച്ച് CPM മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് രാജ്യം നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരത്തെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. മുൻപ് EMS നമ്പൂതിരിപ്പാടും ബുദ്ധദേവ് ഭട്ടാചാര്യയും പുരസ്കാരം നിരസിച്ചത് അവരുടെ വ്യക്തിപരമായ നിലപാടുകളാണെന്നും പാർട്ടിക്ക് അതിൽ വിയോജിപ്പില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. ഇതോടെ കേന്ദ്ര പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ CPM വലിയൊരു നയപരമായ മാറ്റത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. തിരുത്തപ്പെടുന്നത് ചരിത്രപരമായ അകലമാണ്. 1992 നരസിംഹറാവു സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കാരണമാണ് EMS പത്മവിഭൂഷൺ നിരസിച്ചത്. 2022 പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയും ഇതേ പാത പിന്തുടർന്നു. എന്നാൽ VSനുള്ള അംഗീകാരത്തെ പാർട്ടി ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നതോടെ വരും കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പത്മ പുരസ്കാരങ്ങൾ സ്വീകരിക്കാനുള്ള തടസ്സം നീങ്ങുകയാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ പുരസ്കാരങ്ങളെ തള്ളിക്കളയുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ. ജനലക്ഷങ്ങളുടെ പത്മം അച്ഛൻ്റെ ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന വലിയ ആദരമാണിതെന്നും VSന്റെ മകൻ VA അരുൺകുമാറും പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു കയറിയ VS ഒരിക്കലും പുരസ്കാരങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ രാഷ്ട്രം നൽകുന്ന ഈ വലിയ അംഗീകാരത്തിൽ കുടുംബം അതീവ സന്തുഷ്ടരാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹമാണ് VSന്റെ യഥാർത്ഥ പത്മമെന്നും അരുൺകുമാർ അനുസ്മരിച്ചു. VSന്റെ പുരസ്കാരം സ്വീകരിക്കുന്നതോടെ BJP ഉയർത്തിയ രാഷ്ട്രീയ വെല്ലുവിളിയെ ലഘൂകരിക്കാനും ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വിവാദങ്ങൾക്കൊന്നും നിൽക്കാതെ VSനെ ആദരിക്കാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും നല്ല പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശസ്നേഹവും ജനകീയ വികാരവും മുൻനിർത്തി VSനെ ആദരിക്കുന്നതിനെ CPM തള്ളിക്കളയില്ല എന്നതാണ് പ്രത്യേകത. രാഷ്ട്രീയമായി BJPയുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ പുരസ്കാരം സ്വീകരിക്കുന്നതാകും ഉചിതമെന്ന വിലയിരുത്തലാണ് CPM. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാവിയിൽ പത്മ പുരസ്കാരം കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPM പുനരാലോചന നടത്തുന്നത്. എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇത്തരം പുരസ്കാരം നൽകുന്നത് BJP സർക്കാരിൻ്റെ രീതിയാണ്. മുമ്പ് ജ്യോതി ബസുവിനെ CPM പ്രധാനമന്ത്രിയാകാൻ അനുവദിച്ചില്ല. ഇത് തെറ്റാണെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പത്മ പുരസ്കാരത്തിലും CPM തെറ്റുതിരുത്തലിന് തയ്യാറാകുമെന്നാണ് സൂചന. രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് നേട്ടമായിരുന്നു ഇത്തവണ. CPMന്റെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖരുടെ വലിയ നിര തന്നെയുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്ന VS അച്യുതാനന്ദന് നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. 100 വയസ്സ് തികച്ച് അടുത്തിടെ അന്തരിച്ച VSനോടുള്ള ആദരമായി കേന്ദ്ര സർക്കാർ ബഹുമതി പ്രഖ്യാപിച്ചത്. VSനൊപ്പം ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ എന്നിവർക്കും പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഇവർ നൽകിയ നിസ്തുലമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു. കലാരംഗത്തെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് ഈ വലിയ അംഗീകാരം തേടിയെത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് പത്മഭൂഷൺ ലഭിച്ച മറ്റൊരു പ്രമുഖ വ്യക്തി. സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവിനാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. നൃത്തരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് കലാമണ്ഡല വിമല മേനോന് പത്മശ്രീ പുരസ്കാരം നൽകി. നേരത്തെ പ്രഖ്യാപിച്ച അൺസങ് ഹീറോസ് പട്ടികയിൽ ഉൾപ്പെട്ട നിരവധി പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ദേവികയമ്മയ്ക്കും പുറമെയാണ് കലാമണ്ഡല വിമല മേനോനും പത്മശ്രീ തിളക്കത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ളവർക്കും നൽകിയ പുരസ്കാരങ്ങളെ രാഷ്ട്രീയ നീക്കമായി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയും സ്വാധീനത്തെ മുൻനിർത്തിയുള്ള കേന്ദ്രത്തിൻ്റെ തന്ത്രപരമായ ഇടപെടലാണിതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് കീഴടക്കാൻ ലക്ഷ്യമിട്ട് പത്മ പുരസ്കാരങ്ങളിൽ അപ്രതീക്ഷിത നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുമ്പോൾ അതും ചർച്ചയാവുകയാണ്.
പിണറായി സർക്കാർ വിസ്മരിച്ച കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം VS അച്യുതാനന്ദനെ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പട്ടികയിലില്ലാതിരുന്ന ഈ പേരുകൾ ഉൾപ്പെടുത്തിയതിലൂടെ CPM-നും LDF-നും കനത്ത തിരിച്ചടിയാണ് BJP നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം പതിവ് പ്രചാരണ ആയുധമാക്കുന്ന CPM-നെ VS-നെ ആദരിച്ചതിലൂടെ മറുപടി പറയാനാവാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. VS-നോടുള്ള ജനകീയ വികാരം വോട്ടാക്കി മാറ്റുന്നതിനൊപ്പം വെള്ളാപ്പള്ളിയിലൂടെ BDJS-നെ NDA പാളയത്തിൽ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും BJP ലക്ഷ്യമിടുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ VS അച്യുതാനന്ദനും വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പുരസ്കാരങ്ങളെ രാഷ്ട്രീയ നീക്കമായി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഈഴവ സമുദായത്തിന്റെയും സ്വാധീനത്തെ മുൻനിർത്തിയുള്ള കേന്ദ്രത്തിന്റെ തന്ത്രപരമായ ഇടപെടലാണിതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ കരുതുന്നു. VS-നും വെള്ളാപ്പള്ളിക്കും നൽകിയ അംഗീകാരം കേരളത്തിലെ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ പോകുന്നതാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പത്മ പുരസ്കാരങ്ങളിലൂടെയുള്ള ഈ സർജിക്കൽ സ്ട്രൈക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് പുതിയ ഊർജ്ജം നൽകുമെന്ന് ഉറപ്പാണ്. മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം നൽകിയതിന് പിന്നിലും കൃത്യമായ അജണ്ടയുണ്ട്. BJP ആർക്കും എതിരല്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. നേരത്തെ മോഹൻലാലിനെ ദാദാ ഫാൽക്കെ പുരസ്കാരം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കുള്ള പത്മ അംഗീകാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുരസ്കാരത്തെ രൂക്ഷമായി പരിഹസിക്കുന്ന അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ. ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിന് നൽകിയ ഇതിലാണ് അദ്ദേഹം പത്മഭൂഷൺ ഏത് പട്ടിക്കും വേണം എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമായി പത്മ പുരസ്കാരങ്ങൾ മാറിയെന്നും തരാമെന്ന് പറഞ്ഞാലും താൻ മേടിക്കില്ലെന്നും അദ്ദേഹം അന്ന് കടുപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ പുരസ്കാരം പ്രഖ്യാപിച്ച് ഇന്ന് തികച്ചു വ്യത്യസ്തമായ നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചത്. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത് ഗുരുവിന് സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. താൻ അവാർഡിനായി ശ്രമിച്ചിട്ടില്ലെന്നും ജനങ്ങൾ തന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിക്കും തനിക്കും ഒരേ സമയം അവാർഡ് ലഭിച്ചതിലെ കൗതുകവും അദ്ദേഹം പങ്കുവച്ചു. പഴയ നിലപാടും ഇപ്പോഴത്തെ സന്തോഷവും തമ്മിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി ട്രോളുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ. VS അച്യുതാനന്ദനും മമ്മൂട്ടിക്കൊപ്പം ലഭിച്ച ഈ അംഗീകാരം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്.